ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ആൻറ്റി സൈക്കോട്ടിക്സിനെ പറ്റി ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ആൻറ്റി സൈക്കോട്ടിക്സ് കഴിഞ്ഞ് നമുക്ക് ടൈപ്സ് ഓഫ് സ്കിസോഫ്രീനിയയുടെ നോക്കാം. അപ്പോൾ ആൻറ്റി സൈക്കോട്ടിക്സ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് 1952 1952 ക്ലോപ്പോമാസിൻ എന്നുള്ള ആൻറ്റി സൈക്കോട്ടിക്കാണ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആൻറ്റി സൈക്കോട്ടിക്ക്. ഈ ഒരു ആൻറ്റി സൈക്കോട്ടിക്ക് ടിപ്പിക്കൽ ആൻറ്റി സൈക്കോട്ടിക്കാണ്. ആ പേര് തന്നെ ടിപ്പിക്കൽ മീൻസ് സൈഡ് ഇഫക്ട്സ് കൂടുതലുള്ള ഡ്രഗ്സ് ആയിരുന്നു ആദ്യകാലങ്ങളിൽ ഇറങ്ങിയിരുന്നത്. ഈ ടിപ്പിക്കൽ ആൻറ്റി സൈക്കോട്ടിക്സ് നമ്മുടെ സ്കിസോഫ്രനിയുടെ പോസിറ്റീവ് സിംറ്റംസിനെയാണ് കുറച്ചുകൊണ്ടിരുന്നത്. പോസിറ്റീവ് സിംറ്റംസ് എന്തൊക്കെയാണ്? മെയിനായിട്ട് ഹാലുസിനേഷൻ, ഡെലൂഷൻ, അതുപോലെ തോട്ട് ഡിസോർഡേഴ്സ്, തോട്ടിലുള്ള എന്തെങ്കിലും ഡിസ്ഫങ്ഷൻസ്, ഇതൊക്കെ പോസിറ്റീവ് സിംറ്റംസ് ആയിട്ട് പറയാം. മെയിനായിട്ട് ഹാലുസിനേഷൻ, ഡെലൂഷൻ തന്നെ പോസിറ്റീവ് സിംറ്റംസ് ആണ്. അപ്പോൾ ഇത് മാത്രം കുറച്ചുകൊണ്ടിരുന്ന ഡ്രഗ്സാണ് ആദ്യം ഇറക്കിയിരുന്ന ടിപ്പിക്കൽ ആൻറ്റി സൈക്കോട്ടിക്സ്. അപ്പോൾ ആൻറ്റി സൈക്കോട്ടിക്സിനെ നമുക്ക് മേജർ ട്രാങ്കുലൈസേഴ്സ് എന്ന് പറയാം, ന്യൂറോലെപ്റ്റിക്സ് എന്നും പറയാം. അപ്പോൾ ആൻറ്റി സൈക്കോട്ടിക്സിൻ്റെ അതർ നെയിമാണ് ന്യൂറോലെപ്റ്റിക്സ് ഓർ മേജർ ട്രാങ്കുലൈസേഴ്സ്. മൈനർ ട്രാങ്കുലൈസേഴ്സിൽ വരുന്ന എന്തൊക്കെയാണ്? ആൻസൈലോട്ടിക്സ് ഡ്രഗ്സ്, വാലിയം, ബെൻസോഡൈസെപ്പിൻസ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ഒക്കെ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പിക്കൽ ഇപ്പോൾ ടിപ്പിക്കൽ ആൻറ്റി സൈക്കോട്ടിക്സിൽ നിങ്ങൾ രണ്ട് പേര് മെയിനായിട്ട് പഠിക്കണം. ഒന്ന് ക്ലോർപ്പോമാസിൻ, മറ്റൊന്ന് ഹാലോപെരിഡോൾ. ഹാലോപെരിഡോൾ ഇപ്പോഴും ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഹാൽഡോൾ എന്നൊക്കെ പേരിൽ ഡ്രഗ് യൂസ് ചെയ്യുന്നതാണ് ടിപ്പിക്കൽ ആദ്യം ഇറങ്ങിയ ആൻറ്റി സൈക്കോട്ടിക്. ഇനി ആ അട്ടിപ്പിക്കൽ ആൻറ്റി സൈക്കോട്ടിക്സിൽ നിങ്ങൾ ഒരു കോഡ് ഓർത്ത് വെക്കുക, റോക്ക്, RACK അല്ല RACQ. അതൊരു കോഡ് വെച്ച് നമുക്ക് പഠിക്കാം, ROCQ. റോക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ നിങ്ങൾ ഓർത്താൽ മതി, RACQ എന്നുള്ളത്. ഇവിടെ R എന്ന് പറയുന്നത് റെസ്പിരോഡോൺ, O എന്നുള്ളത് ഒലാൻസപ്പിൻ, C എന്ന് പറയുന്നത് ക്ലോസാപ്പിൻ, Q എന്ന് പറയുന്നത് ക്യുട്ടിയാപ്പിൻ. ഈ 4 ഡ്രഗുകൾ ഓർത്ത് വെക്കുക, റെസ്പിരിഡോൺ, ഒലാൻസാപ്പിൻ, ക്ലോസാപ്പിൻ, ക്യുട്ടിയാപ്പിൻ. അപ്പോൾ ഇത്രയും ഡ്രഗ്സുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് അട്ടിപ്പിക്കലാണ്, അതായത് സൈഡ് ഇഫക്ട്സ് കുറഞ്ഞ ഡ്രഗുകളാണ്. അട്ടിപ്പിക്കൽ ആൻറ്റി സൈക്കോട്ടിക്സ് പോസിറ്റീവ് സിംറ്റംസിനെയും നെഗറ്റീവ് സിംറ്റംസിനെയും ഒരുപോലെ കുറയ്ക്കുന്നു. ഇപ്പം നെഗറ്റീവ് സിംറ്റംസ് എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. അനഡോണിയ, ലാക്ക് ഓഫ് പ്ലഷർ ഇൻ പ്രീവിയസ് പ്ലഷറബിൾ ആക്ടിവിറ്റീസ്, അതുപോലെ അപ്പതി, കൂട്ടിയിട്ട് കുറേ സംഭവങ്ങളാണ്. ഓട്ടിസം, ഓട്ടിസ്റ്റിക് ഡിസോർഡേഴ്സ്, അതുപോലെ അലോജിയ, ലാക്ക് ഓഫ് സ്പീച്ച്, അവോളിഷൻ, ലാക്ക് ഓഫ് ഇനിഷ്യേറ്റീവ്, ഇങ്ങനെയുള്ളതൊക്കെ നെഗറ്റീവ് സിംറ്റംസ് ആണ്. ഏതൊക്കെയാണ്? അലോജിയ, അപ്പതി, അനഡോണിയ, അവോളിഷൻ, ഓട്ടിസ്റ്റിക് തിങ്കിങ് അങ്ങനെയുള്ള ഒരു തിങ്കിങ്, അതുപോലെ ബ്ലണ്ടഡ് അഫക്റ്റ്, ഇതൊക്കെ വരുന്നത് നെഗറ്റീവ് സിംറ്റംസിലാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക ടിപ്പിക്കൽ ആൻഡ് അട്ടിപ്പിക്കൽ ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സ്. ഇനി ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സിൻ്റെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ഇൻഡിക്കേഷൻസ്. ഓർഗാനിക് ഡിസോർഡേഴ്സിൽ എന്താണ്? ഓർഗാനിക് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള മെയിനായിട്ട് ഡെലിരിയം, ഡെമൻഷ്യ ഒക്കെ ഡി കൂട്ടിയാണ്. ഡെലിരിയം, ഡെമൻഷ്യ, ഡെലറിയം ട്രെമൻസ്, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ്, ഇതൊക്കെ ഓർഗാനിക് ഡിസോർഡേഴ്സിൽ വരുന്നതാണ്. ഫങ്ഷണൽ ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്? സ്കിസോഫ്രീനിയ, സ്കിസോ അഫക്റ്റീവ് ഡിസോർഡേഴ്സ്, ഇതൊക്കെ ഫങ്ഷണൽ ഡിസോർഡേഴ്സ് ആണ്. മൂഡ് ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്? നമ്മുടെ മാനിയ, അതുപോലെ ഡിപ്രഷൻ, സിവിയർ ഡിപ്രഷൻ, ഇതൊക്കെ മൂഡിൽ വരുന്നതാണ്. ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ്, ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, ഓട്ടിസം, അതൊക്കെ ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സിൽ വരുന്നതാണ്. കണ്ടക്ട് ഡിസോർഡേഴ്സ്, ഇതൊക്കെ. ന്യൂറോട്ടിക് ആൻഡ് അതർ എന്ന് പറയുന്നത് OCD, മെയിനായിട്ട് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡേഴ്സ്, അതുപോലെ അനോറക്സിയ നെർവോസ, ഇതിലൊക്കെ വളരെ റെയർ ആയിട്ട് ആൻറ്റിസൈക്കോട്ടിക്സ് കൊടുക്കുന്നുള്ളൂ. ആൻറ്റിസൈക്കോട്ടിക്സ് കൊടുക്കുന്ന കണ്ടീഷൻസ് ആണ് ഇത്. ന്യൂറോട്ടിക്കിൽ വളരെ റെയർ ആയിട്ടേ കൊടുക്കുന്നുള്ളൂ. മെഡിക്കൽ കണ്ടീഷൻസ് ലൈക്ക് ഹണ്ടിങ്ടൺസ് കോറിയ ടിക് ഡിസോർഡേഴ്സ്, ഇതിനൊക്കെ ആൻറ്റിസൈക്കോട്ടിക്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ഡിസീസ് കണ്ടീഷനിൽ നമ്മൾ ആൻറ്റിസൈക്കോട്ടിക്സ് കൊടുക്കാറുണ്ട്. സോ ആൻറ്റിസൈക്കോട്ടിക്സ് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മെയിനായിട്ട് നമ്മുടെ പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോൺ ഉണ്ട്, പ്രീ സൈനാപ്റ്റിക് ന്യൂറോൺ ഉണ്ട്. അപ്പം ഈ സിഗ്നൽ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ഡോപ്പാമിൻ്റെ അളവ് കൂടുന്നതുകൊണ്ടാണ് സ്കിസോഫ്രീനിയ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ പിക്ചറിൽ കാണാം, ഇങ്ങനെ ഈ ഒരു ഡോപ്പാമിൻ വന്ന് പോസ്റ്റ് സൈനാപ്റ്റിക് റിസപ്റ്ററിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ സിഗ്നൽ ലഭിച്ച് നമുക്ക് ഈ ഒരു ഹാലുസിനേഷൻ, ഡെലൂഷനൊക്കെ വല്ലാണ്ട് കൂടുകയാണ് ചെയ്യുന്നത്. ഈ ഡ്രഗ് എന്താണ് ചെയ്യുന്നത്? പോസ്റ്റ് സൈനാപ്റ്റിക് റിസപ്റ്ററിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യും. അതായത് ഈ ഒരു ഡോപ്പാമിനെ റിസീവ് ചെയ്യുന്ന പോസ്റ്റ് സൈനാപ്റ്റിക് റിസപ്റ്റർ ഈ പിക്ചറിൽ കാണാം. ആ സൈനാപ്റ്റിക് റിസപ്റ്ററിനെ ഞാനൊരു പടം വരച്ച് കാണിക്കാം. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട്
ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരികയാണ്. ഈ ഭാഗത്ത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പോസ്റ്റ് സൈനാപ്റ്റിക് റിസപ്റ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതിനകത്തൊക്കെ ഇത് വെസിക്കിൾസ് ആണ്. വെസിക്കിൾസിൻ്റെ ഉള്ളിലൊക്കെ ഡോപ്പാമിൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഡോപ്പാമിൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി പോസ്റ്റ് സൈനാപ്റ്റിക് റിസപ്റ്റേഴ്സ് ഇങ്ങനെ തയ്യാറായിട്ട് കൊണ്ടിരിക്കുക. അപ്പോൾ ഇവരിങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ പോകും. ഡയറക്റ്റ് പാസ് ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ ന്യൂറോ കെമിക്കൽസ് എല്ലാം ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ നിന്ന്. മീൻസ് ന്യൂറോണിൽ നിന്നും ഇത് ന്യൂറോണൽ ആക്ടിവിറ്റി നടക്കുന്ന ന്യൂറോണിൽ നിന്നും മറ്റ് ന്യൂറോണിലേക്ക് അങ്ങനെ കണക്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഡ്രഗ് എന്താണ് ചെയ്യുന്നത്? ആൻറ്റിസൈക്കോട്ടിക്സ് ഇങ്ങനെ പോകുന്നതിന് പകരം ഇവയെ ഇവിടെ അടച്ചിടും. പോസ്റ്റ് സൈനാപ്റ്റിക് റിസപ്റ്റർ അങ്ങ് ക്ലോസ് ആക്കി ഇവ ഇങ്ങനെ വന്ന് തിരിച്ചങ്ങനെ അങ്ങ് പോകും. ഇങ്ങനെ തിരിച്ചങ്ങ് പോകും, കുറേ അങ്ങ് തിരിച്ചു പോകും. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ഈ ഒരു പോസിറ്റീവ് സിംറ്റംസ് ആയിട്ടുള്ള ഹാലൂസിനേഷനും ഡെലൂഷനും ഒക്കെ കുറയും. കാരണം നമ്മുടെ ശരീരത്തിലേക്ക് ആ സിഗ്നൽ പാസ് ചെയ്യാതെ വരും ന്യൂറോണിൽ നിന്ന്. അത് ന്യൂറോണിൽ തന്നെ നിലനിൽക്കും. അങ്ങനെയാണ് ഇത് പോസ്റ്റ് സൈനാപ്റ്റിക് റിസപ്റ്ററിന് സൈറ്റിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പോസ്റ്റ് സൈനാപ്റ്റിക് റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യും. ഇനി എന്തൊക്കെയാണ് സൈഡ് ഇഫക്ട്സ് നോക്കാം. ഈ ആന്റിസൈക്കോട്ടിക്സ് കഴിക്കുമ്പോഴുള്ള സൈഡ് ഇഫക്ട്സ് മെയിനായിട്ട് ന്യൂറോലെപ്റ്റിക് മാലിഗ്നൻ സിൻഡ്രം. ന്യൂറോലെപ്റ്റിക് മാലിഗ്നൻ സിൻഡ്രം ഇത് വളരെ റെയർ ആയിട്ട് കാണുന്നതാണ്. ന്യൂറോലെപ്റ്റിക് മാലിഗ്നൻ സിൻഡ്രം പേഷ്യൻറ്റിന് സിവിയർ ഹൈപ്പർ പൈറക്സി ആയിരിക്കും, ഹൈ ബ്ലഡ് പ്രഷർ ആയിരിക്കും, ടക്കിക്കാർഡി ആയിരിക്കും. അതുപോലെ ഈ ത്രോട്ട് മസിൽസ് ഒക്കെ സ്റ്റിഫായിട്ട് പോകും. ത്രോട്ട് മസിൽസ്, ചെസ്റ്റ് മസിൽസ് ഒക്കെ സ്റ്റിഫായിട്ട് പോയിട്ട് വളരെ റിജിഡ് ആകും. അങ്ങനെ വളരെ ഒരു ഡെത്ത് വരെ സംഭവിക്കാൻ സാധ്യമാകുന്ന ഒരു കണ്ടീഷനാണിത്. ഹൈ ഫീവറും ആയിരിക്കും. അപ്പോൾ സീഷേഴ്സ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതൊരു വളരെ റെയർ ആയിട്ടുള്ള കണ്ടീഷനാണ്. പക്ഷേ വളരെ കൂടുതൽ പേഷ്യൻറ്റിന് ഡെത്ത് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരു കണ്ടീഷനാണ്. ഇവിടെ എന്താണ് നമ്മുടെ നെക്ക് മസിൽസ്, ചെസ്റ്റ് മസിൽ സ്റ്റിഫ്നെസ്, റിജിഡിറ്റി, അതുപോലെ ഹൈ പൈറക്സിയ, ഹൈ ബ്ലഡ് പ്രഷർ, ടക്കിക്കാർഡിയ എല്ലാം നേരെ മുകളിലേക്ക്. ഇനി അടുത്തതാണ് പാർക്കിൻസോണിയം. പാർക്കിൻസൺസ് പ്രശ്നം ഉണ്ടാകും. പാർക്കിൻസോണിസം, അതായത് ട്രെമർ, റിജിഡിറ്റി ഒക്കെ ഉണ്ടാകും. അത് നമ്മൾ ട്രൈഹെക്സിഫിനിഡൈൻ എന്നുള്ള ഡ്രഗ് കൊടുക്കുന്നത് അതുകൊണ്ടാണ്. അതായത് ഡോപ്പാമിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ പാർക്കിൻസോണിസം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ട്രെമർ വരും. അപ്പോൾ ട്രൈഹെക്സിഫിനിഡൈൻ എന്നുള്ള ഡ്രഗ് കൊടുക്കാറുണ്ട്. ഇനി മറ്റൊന്നാണ് നമ്മൾ പറയുന്നത് അഗ്രാനുലോസൈറ്റോസിസ്. അഗ്രാനുലോസൈറ്റോസിസ് ഇത് ഗ്രാനുലോസൈറ്റ്സ് എന്നുള്ള നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്. ടൈപ്പ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ് വളരെ കുറഞ്ഞു പോകും. ലെസ് ദാൻ 3000 ഒക്കെ ആയിട്ട് കുറഞ്ഞു പോകുന്ന കണ്ടീഷനാണ് അഗ്രാനുലോസൈറ്റോസിസ്. ഇത് മെയിനായിട്ട് ക്ലോസാപ്പിൻ ഡ്രഗ് എടുക്കുമ്പോഴാണ് അഗ്രാനുലോസൈറ്റോസിസ്. അതും ചോദിക്കാറുണ്ട്. ക്ലോസാപ്പിൻ ഡ്രഗ് എടുക്കുമ്പോഴാണ്. അതുപോലെ തന്നെ സയലോറിയ വരും. ഇൻക്രീസ്ഡ് സലൈവേഷൻ, സലൈവ് വല്ലാണ്ട് വരും. അതും ക്ലോസാപ്പിൻ ഡ്രഗ് എടുക്കുമ്പോഴാണ്. അഗ്രാനുലോസൈറ്റോസിസ്, പാർക്കിൻസോണിസം, അതുപോലെ ന്യൂറോലെപ്റ്റിക് മാലിഗ്നൻ സിൻഡ്രം. പിന്നീട് വരുന്നത് ടാർഡീവ് ഡിസ്കൈനസിയ. ടാർഡീവ് ഡിസ്കൈനസിയ ഇത് സാധാരണ നമ്മുടെ ഹെഡിൻ്റെ അതുപോലെ ഫേസിലെയൊക്കെ മസിൽസ് വളരെയധികം ടിച്ചിങ് ഉണ്ടാകുന്നു. ഒരു വല്ലാത്ത രീതിയിലുള്ള ടിച്ചിങ്, അതായത് ലിംസിലുണ്ടാകാം, ട്രങ്ക് ഏരിയയിലൊക്കെ മസിൽ വല്ലാണ്ട് ടിച്ച് ചെയ്തിട്ട് പെട്ടെന്നുള്ള ഒരു ബാലൻസ് നഷ്ടപ്പെടുക, അതുപോലെ ചൂവിങ് പ്രോബ്ലം. ഇത് സാധാരണ ആന്റിസൈക്കോട്ടിക്സ് എടുക്കുന്ന പേഷ്യൻസിന് ഉണ്ടാകാറുള്ളതാണ് ടാർഡീവ് ഡിസ്കൈനസിയ. ഇത് ആന്റിസൈക്കോട്ടിക് കുറച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് 2 to 3 weeks കഴിയുമ്പോഴാണ് ഇത് കുറച്ച് കിട്ടാറുള്ളത്. ടാർഡീവ് ഡിസ്കൈനസിയ ഇസ് എ കണ്ടീഷൻ ദാറ്റ് വിൽ അഫക്ട് ദ മസിൽസ് ഓഫ് ദ ബോഡി, അൺകൺട്രോളബിൾ ടിച്ചിങ് ഓഫ് ദ മസിൽസ്. അതായത് ഒരു കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വയറിൻ്റെ ഭാഗം ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ചലിച്ചുകൊണ്ടിരിക്കും. അത് ഇപ്പോൾ ഈ അക്കത്തീസിയ എന്ന് പറയുന്നത് അൺകൺട്രോളബിൾ മസിൽ ആക്ടിവിറ്റിയാണ്. അത് അതിൻ്റെ ഒരു കൂടിയ രൂപമാണ് ടാർഡീവ് ഡിസ്കൈനസിയ. അക്കത്തീസിയ, ഡിസ്റ്റോണിയ ഒക്കെ മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള കൺട്രാക്ഷൻസ് കൂടുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അതെല്ലാം ഇവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഡിസ്റ്റോണിയ സാധാരണ നമ്മുടെ വായയുടെ ഭാഗത്തുള്ള, ഫേസിന്റെ ഭാഗത്തുള്ള നെക്ക് മസിൽസിനെയൊക്കെയാണ് ബാധിക്കുന്നത്. അക്കത്തീസിയ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മസിലുകളെയും ബാധിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ന്യൂറോലെപ്റ്റിക് മാലിഗ്നൻ സിൻഡ്രം, പാർക്കിൻസോണിസം, അഗ്രാനുലോസൈറ്റോസിസ്, ടാർഡീവ് ഡിസ്കൈനസിയ, പിന്നെ സീഷർ ത്രഷാൾഡ് കുറയ്ക്കാനുള്ള ആന്റിസൈക്കോട്ടിക്സ് സീഷർ ത്രഷാൾഡ് കുറയ്ക്കും. എസ്പെഷ്യലി ക്ലോസാപ്പിൻ കൊടുക്കുമ്പോൾ സീഷർ ത്രഷാൾഡ് കുറഞ്ഞു പോവുകയും പേഷ്യൻറ്റിന് സീഷർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കണം.
അതുപോലെ ഓട്ടോണോമിക് സൈഡ് ഇഫക്ട്സ് ഉണ്ട്. ഡ്രൈ മൗത്ത്, കോൺസ്റ്റിപ്പേഷൻ, മൈഡ്രിയാസിസ്, അങ്ങനെയുള്ള ഓട്ടോണോമിക് സൈഡ് ഇഫക്ട്സ് ഇതിനകത്ത് വരാറുണ്ട്. അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നേഴ്സസ് പറയണം പേഷ്യൻറ്റിനോട് ധാരാളം ഫ്ലൂയിഡ്, വെള്ളം കുടിക്കാൻ പറയണം. അതുപോലെ ഇടയ്ക്ക് വായ നന്നായിട്ട് ഗാർഗിൾ ചെയ്യാൻ പറയണം, കാരണം ഡ്രൈ മൗത്ത് അവോയ്ഡ് ചെയ്യാനാണ്. അതുപോലെ സീഷർ പ്രിക്കോഷൻസ് നോക്കണം പേഷ്യൻ്റ് വിത്ത് ക്ലോസാപ്പിൻ എസ്പെഷ്യലി. അതുപോലെ വൈറ്റ് ബ്ലഡ് സെൽസ് കൗണ്ട്, TC DC ഒക്കെ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, എസ്പെഷ്യലി പേഷ്യൻ്റ് വിത്ത് ക്ലോസാപ്പിൻ കുറച്ചുകൂടെ കൂടുതൽ മോണിറ്റർ ചെയ്യണം. അതുപോലെ നമ്മുടെ യൂറിയ ക്രിയാറ്റിൻ ലെവലൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. പേഷ്യൻറ്റിനെ അഡ്വൈസ് ചെയ്യണം കൂടുതൽ ഹൈ ഫൈബർ ഡയറ്റ് കഴിക്കാനും, അതുപോലെ ചെറിയ രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേഴ്സസ് പേഷ്യൻറ്റിനോട് അഡ്വൈസ് കൊടുക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആൻറ്റിസൈക്കോട്ടിക്സിനെ കുറിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ടൈപ്സ് ഓഫ് സ്കീസോഫ്രീനിയ നോക്കാം. പാരനോയിഡ്, ഹെബിഫ്രീനിക്, കാറ്ററ്റോണിക്, റെസിജ്വൽ, പോസ്റ്റ് സ്കിസോഫ്രീനിക് ഡിപ്രഷൻ, അതുപോലെ അൺഡിഫറൻഷിയേറ്റഡ് സ്കീസോഫ്രീനിയ തുടങ്ങി കുറച്ച് ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പാരനോയിഡ് ആണ്. പാരനോയിഡ് എന്ന് പറയുമ്പം അതിൻ്റെ മീനിങ് ഡെലൂഷണൽ എന്നുള്ളതാണ്. ഒരു സംശയകരമായിട്ടുള്ള ഒരു സ്കിസോഫ്രീനിയാണ് പാരനോയിഡ്. അതിൽ കുറേ ഡെലൂഷൻസ് ഉണ്ടാവും. അതുപോലെ പേഷ്യൻറ്റിന് ഗുഡ് പ്രോഗ്നോസിസ്, നേരത്തെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന ഒരു സ്കിസോഫ്രീനിയാണ് പാരനോയിഡ്. മോസ്റ്റ് കോമൺ ആണ്, ഗുഡ് പ്രോഗ്നോസിസ് ഉള്ള സ്കിസോഫ്രീനിയ ആണെന്ന് മനസ്സിലാക്കണം. ദാറ്റ് ഈസ് പാരനോയിഡ് സ്കിസോഫ്രീനിയ. നമ്മുടെ ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്കിസോഫ്രീനിയ ആയിട്ടുള്ള പേഷ്യൻസ് വരുന്നത് പാരനോയിഡ് ആണ്. അത് നേരത്തെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താൽ പെട്ടെന്ന് അസുഖം മാറ്റി സാധാരണ ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു ഡിസോർഡർ ആണ് പാരനോയിഡ് ടൈപ്പ്. സോ പാരനോയിഡിൽ കാണുന്നത് എന്തൊക്കെയാണ്? ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ, ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ, അതായത് തന്നെ ആരെങ്കിലും അപായപ്പെടുത്താൻ വരികയാണെന്നുള്ള സംശയം. സംബഡി ഈസ് കമ്മിങ് ടു ചീറ്റ് ഹിം, ഓർ സംബഡി ഈസ് ട്രൈങ് ടു കിൽ ഹിം, ഓർ ഏതെങ്കിലും വിഷം, പോയിസൺ അവരുടെ ഭക്ഷണത്തിൽ തരികയാണെന്നുള്ള ചിന്തകൾ, കുറേ ആളുകൾ കൂടി ആക്രമിക്കാൻ വരുന്നു, അങ്ങനെയുള്ള സംശയങ്ങൾ തുടർച്ചയായിട്ട് വരുന്നതാണ് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ. അപ്പം അത് കോമൺ ആയിട്ട് കാണുന്ന ഏത് സ്കിസോഫ്രീനിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരനോയിഡ് സ്കിസോഫ്രീനിയയിൽ തന്നെയാണ്. അതുപോലെ ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ, ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി, ഗ്രാൻഡിയോസിറ്റി, താൻ ഏതൊരു വലിയ ആളാണെന്ന് തോന്നല്. ചില സെലിബ്രിറ്റീസ് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ, അതുപോലെ തനിക്ക് എന്തോ കഴിവുണ്ട്, വലിയ നോളജ് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ, അതൊക്കെയാണ് ഗ്രാൻഡിയോസിറ്റി. ഹി മേ ഹാവ് സം പവർ, ഹി ഓൾവേസ് തിങ്ക് ഹി ഹാവ് സം പവർ, ദാറ്റ് ഈസ് ഗ്രാൻഡിയോസിറ്റി. ദെൻ ഡെലൂഷൻ ഓഫ് ഇൻഫിഡലിറ്റി ഓർ ജലസി, ഇൻഫിഡലിറ്റി ഓർ ജലസി, അത് രണ്ടും സെയിം ആണ്. അതായത് പേഷ്യൻറ്റിന് തോന്നുകയാണ് വൈഫ് ഫെയ്ത്ത്ഫുൾ അല്ല, പേഷ്യൻറ്റിനോട് വൈഫ് ഫെയ്ത്ത്ഫുൾ അല്ല, സെക്ഷൽ പാർട്ട്ണറിന് വേറൊരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ളൊരു തോന്നൽ, ദാറ്റ് ഈസ് ഇൻഫിഡലിറ്റി ഓർ ജലസി. അത് അവരിൽ മൂന്നും കാണാറുണ്ട്. അപ്പോൾ ഇത് മൂന്നും, പെർസിക്യൂഷനും ഗ്രാൻഡിയോസിറ്റിയും ഇൻഫിഡലിറ്റി ഓർ ജലസി, അതായത് സെക്ഷൽ പാർട്ട്ണർ അൺഫെയ്ത്ത്ഫുൾ ആണെന്നുള്ള തോന്നലാണ് ഇൻഫിഡലിറ്റി ഓർ ജലസി. ഇത് മൂന്നും കാണുന്ന സ്കിസോഫ്രീനിയാണ് പാരനോയിഡ് സ്കിസോഫ്രീനിയ. ദെൻ ഹെബിഫ്രീനിക് സ്കിസോഫ്രീനിയ, ഹെബിഫ്രീനിക് സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ ഡിസോർഗനൈസ്ഡ് സ്കിസോഫ്രീനിയ എന്നും പറയും. ഹെബിഫ്രീനിക് സ്കിസോഫ്രീനിയുടെ മറ്റൊരു പേരാണ് ഡിസോർഗനൈസ്ഡ് സ്കിസോഫ്രീനിയ. അപ്പോൾ ഈ ഒരു സ്കിസോഫ്രീനിയ പുവർ പ്രീമോർബിഡ് പേഴ്സണാലിറ്റി ആയിരിക്കും. പുവർ പ്രീമോർബിഡ് പേഴ്സണാലിറ്റി, അതായത് ഈ ഒരു അസുഖം വരുന്നതിന് മുൻപും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ഒരു സോഷ്യൽ വിഡ്രോവർ ആയിരിക്കും, അതായത് സോഷ്യലി അധികം അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഒരാളായിരിക്കും. ദാറ്റ് ഈസ് പുവർ പ്രീമോർബിഡ് പേഴ്സണാലിറ്റി. അതുപോലെ പേഴ്സണാലിറ്റി വൈകല്യങ്ങളുള്ള ആളായിരിക്കാം. അതുപോലെ സിവിയർ ലൂസണിങ് ഓഫ് അസോസിയേഷൻ, ലൂസണിങ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ സംസാരിക്കുന്നത് ഡിസ്കണക്റ്റഡ് ആയിരിക്കും, ലാക്ക് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ ലൈക്ക് ഡാൻസ്, ഓൾ ഹാവ് ഹാൻഡ്സ്, അത് തമ്മിലൊരു കണക്ഷൻ ഇല്ലാതെ സംസാരിക്കും. എനിക്ക് ഡാൻസ് കളിക്കുന്ന ഇഷ്ടമാണ്, എല്ലാവർക്കും കൈകളുണ്ട്, അങ്ങനെ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള സംസാരിക്കുക. സിവിയർ ലൂസണിങ് ഓഫ് അസോസിയേഷൻ ആയിരിക്കും. ഏതിലാണ്? ഹെബിഫ്രീനിക് സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ ഡിസോർഗനൈസ്ഡ് സ്കിസോഫ്രീനിയ. ഇതാണ് ഏറ്റവും വേഴ്സ്റ്റ് പ്രോഗ്നോസിസ് സ്കിസോഫ്രീനിയ എന്ന് ചോദിച്ചാൽ ഹെബിഫ്രീനിക് ഓർ ഡിസോർഗനൈസ്ഡ്. ഏറ്റവും ഗുഡ് പ്രോഗ്നോസിസ് എന്ന് വെച്ചാൽ പാരനോയിഡ്. ദെൻ കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ എന്ന് പറയുമ്പോൾ മോട്ടോർ
അതായത് നമ്മുടെ മോട്ടോർ ബിഹേവിയറുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തിരിക്കുന്ന സ്കിസോഫ്രീനിയാണ് കാറ്ററ്റോണിക്. മോട്ടോർ എക്സൈറ്റ്മെന്റ് ഉണ്ട്, കാറ്റോണിക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, അതുപോലെ കാറ്റോണിക് സ്റ്റൂപ്പറും ഉണ്ടാവും. കാറ്റോണിക് എക്സൈറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ മോട്ടോർ ആക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും, അജിറ്റേറ്റഡ് ആയിരിക്കും, റെസ്റ്റ്ലെസ്നെസ് ആയിരിക്കും, മേ ബി പേഷ്യൻ്റ് റിജിഡ് ഫോർ ലോങ് ടൈം, ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരിക്കും. ചിലപ്പോൾ അങ്ങനെ നമ്മൾ വേറെ അടുത്ത് വന്ന ആളുകളേക്ക് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. സോ കാറ്റോണിക് എക്സൈറ്റ്മെന്റ് ആൻഡ് കാറ്ററ്റോണിക് സ്റ്റൂപ്പർ. കാറ്റോണിക് എക്സൈറ്റ്മെന്റ് ആൻഡ് കാറ്റോണിക് സ്റ്റൂപ്പർ. ഈ കാറ്റോണിക് സ്റ്റൂപ്പറിൽ പേഷ്യൻ്റ് മ്യൂട്ട് ആകാനുള്ള സാധ്യതയുണ്ട്. പേഷ്യൻ്റ് മ്യൂട്ടായിരിക്കും, ആബ്സെൻസ് ഓഫ് സ്പീച്ച്, ദറ്റ് ഈസ് മ്യൂട്ട്, ആബ്സെൻസ് ഓഫ് സ്പീച്ച്. ദെൻ റിജിഡിറ്റി ഉണ്ടാവും, ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കില്ല, ഇങ്ങനെ കല്ല് പോലെ കിടക്കും. അതുപോലെ വാക്സി ഫ്ലെക്സിബിലിറ്റി. വാക്സി ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഒരു ബിസറി പോസ്റ്ററിൽ ഹി ക്യാൻ ലൈവ് ഫോർ എ ഹവേഴ്സ്, ഒരേ പൊസിഷനിൽ അങ്ങനെ കിടക്കുക. അല്ലെങ്കിൽ നമ്മളൊരു കാണുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം തോന്നും, എങ്ങനെ ഈ രോഗി ഇങ്ങനെ കിടക്കുന്നു വിചാരിക്കും, അങ്ങനെ മണിക്കൂറുകളോളം കിടക്കുന്നു. അതാണ് വാക്സി ഫ്ലെക്സിബിലിറ്റി, അബ്നോർമൽ പോസ്റ്ററിങ്. അതുപോലെ എക്കോലാലിയ ഉണ്ടാവും, എക്കോപ്രാക്സിയ ഉണ്ടാവും. എക്കോലാലിയ എന്ന് പറയുമ്പം മിമിക്കിങ് ഓർ റിപ്പീറ്റിംഗ് ദ സെന്റൻസ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേപോലെ സെന്റൻസ് റിപ്പീറ്റ് ചെയ്യുക, അവർ റിപ്പീറ്റ് ചെയ്യും. എക്കോപ്രാക്സിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ആക്ഷൻസ് മിമിക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആക്ഷൻസ് അവർ ബിഹേവ് ചെയ്യുക. അപ്പം എക്കോലാലിയ എന്ന് പറയുമ്പം വേർഡ്സ് ആൻഡ് സെന്റൻസ്, എക്കോപ്രാക്സിയ എന്ന് പറയുമ്പം ആക്ഷൻസ് അവർ ഇമിറ്റേറ്റ് ചെയ്യും. അപ്പോൾ കാറ്റോണിക് സ്കിസോഫ്രീനിയിലുള്ളതാണ് കാറ്റോണിക് എക്സൈറ്റ്മെന്റ്, കാറ്റോണിക് സ്റ്റൂപ്പർ. അപ്പോൾ കാറ്റോണിക് എക്സൈറ്റ്മെന്റിൽ പേഷ്യന്റ് വളരെയധികം അജിറ്റേറ്റഡ് ആയിരിക്കും. കാറ്റോണിക് സ്റ്റൂപ്പറിൽ ഉണ്ടാകുന്നതാണ് മ്യൂട്ടിസം, റിജിഡിറ്റി, വാക്സി ഫ്ലെക്സിബിലിറ്റി, എക്കോലാലിയ, എക്കോപ്രാക്സിയ. വാക്സി ഫ്ലെക്സിബിലിറ്റി, എക്കോലാലിയ, എക്കോപ്രാക്സിയ ഒക്കെ എക്സാമിന് ചോദിക്കാറുണ്ട് ഒരു മാർക്കിന്. വാക്സി ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ അബ്നോർമൽ പോസ്റ്ററിംഗ് ആണ്, ബിസറി പോസ്റ്ററിംഗ് ആണ്. എക്കോലാലിയ സെന്റൻസ്, എക്കോപ്രാക്സിയ ആക്ഷൻ. റെസിജ്വൽ സ്കിസോഫ്രീനിയ. റെസിജ്വൽ എന്ന് പറയുമ്പോൾ എന്താണ്? പോസ്റ്റ് സ്കിസോഫ്രീനിയാണ്. അത് നേരത്തെ ഒരു സ്കിസോഫ്രീനിയ വന്നിട്ടുള്ള പേഷ്യൻസിനാണ് റെസിജ്വൽ സ്കിസോഫ്രീനിയ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ സിവിയർ ലൂസണിങ് ഓഫ് അസോസിയേഷനും സോഷ്യൽ വിഡ്രോവലും എല്ലാം ഉണ്ട് പേഷ്യൻ്റ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നേരത്തെ സ്കിസോഫ്രീനിയ വന്നവർക്ക് വീണ്ടും വരുന്ന സ്കിസോഫ്രീനിയ എന്ന് ചോദിച്ചാൽ റെസിജ്വൽ ആണ്. അൺഡിഫറൻഷിയേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്കിസോഫ്രീനിയ സബ് ടൈപ്പിലും സയൻസ് ആൻഡ് സിംറ്റംസ് മൊത്തമായിട്ടൊന്നും കാണത്തില്ല. ഡോക്ടർക്ക് ഡയഗ്നോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കേസുകൾക്ക് അൺഡിഫറൻഷിയേറ്റഡ് എന്ന് ഡയഗ്നോസ് ചെയ്ത് വെക്കും. അതായത് ഒന്നിലും പെടാത്തത്, എല്ലാം കൂടെ മിക്സഡ് ആയിരിക്കും. ദാറ്റ് ഈസ് അൺഡിഫറൻഷിയേറ്റഡ്. അതും ട്രീറ്റ്മെന്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. സിമ്പിൾ സ്കിസോഫ്രീനിയയിൽ ഉണ്ടാകുന്നതാണ്. സിമ്പിൾ, ആ പേര് പോലെ അത്ര സിമ്പിൾ അല്ല, വളരെ പൂർ ആയിട്ടുള്ള വേഴ്സ്റ്റ് പ്രോഗ്നോസിസ് തന്നെയാണ്. ലൈക്ക് ഹെബിഫ്രീനിക്ക് പോലെ തന്നെ വേഴ്സ്റ്റ് ആണ്, പക്ഷെ അത്രയും വേഴ്സ്റ്റ് അല്ല. എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് ഹെബിഫ്രീനിക്ക് തന്നെയാണ്. സിമ്പിൾ എന്ന് പറയുമ്പോൾ പേഷ്യന് വാണ്ടറിങ് ടെൻഡൻസി ഉണ്ട്. നമ്മൾ ഈ പുറത്തൊക്കെ അലഞ്ഞു നടക്കുന്ന ആളുകൾ ഒരു പക്ഷേ ഈ ഒരു സിമ്പിൾ സ്കിസോഫ്രീനിയ ഉള്ളവരായിരിക്കാം, ഇങ്ങനെ അലഞ്ഞ് നടന്ന് കാണാത്ത ആൾക്കാർക്ക്. ദാറ്റ് ഈസ് വാണ്ടറിങ് ടെൻഡൻസി അവർക്കുണ്ട്. അതുപോലെ വേഴ്സ്റ്റ് പ്രോഗ്നോസിസ് ആണ്. പോസ്റ്റ് സ്കിസോഫ്രീനിക് ഡിപ്രഷൻ, അതായത് ഈ പോസ്റ്റ് സ്കിസോഫ്രീനിയ വന്നു കഴിഞ്ഞിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കൊരു സിവിയർ ഡിപ്രഷനോടെ കാണുന്നു. അതാണ് പോസ്റ്റ് സ്കിസോഫ്രീനിക് ഡിപ്രഷൻ. അപ്പം പാരനോയിഡ്, ഹെബിഫ്രീനിക്, കാറ്ററ്റോണിക്, റെസിജ്വൽ, അൺഡിഫറൻഷിയേറ്റഡ്, സിമ്പിൾ, പോസ്റ്റ് സ്കിസോഫ്രീനിക് ഡിപ്രഷൻ, ഇത്രയാണ്. ഇനി ഒരു സ്കിസോഫ്രീനിയ ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? മെയിനായിട്ട് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ആണ്. കംപ്ലീറ്റ് ഹിസ്റ്ററി കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. പേഷ്യൻറ്റിൻ്റെ അടുത്തുനിന്നും അതുപോലെ പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർ അടുത്തുനിന്നും അങ്ങനെയാണ് നമ്മളത് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പം MRI, CT സ്കാനൊക്കെ ചില കേസുകളിലൊക്കെ ചെയ്ത് നോക്കാറുള്ളൂ, എല്ലാത്തിലും ചെയ്ത് നോക്കാറില്ല. മെയിനായിട്ട് നമ്മുടെ ഹിസ്റ്ററി ടേക്കിംഗ് ആണ്. അതുപോലെ നമുക്ക് ഈ ഒരു പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ആൻറ്റിസൈക്കോട്ടിക്സ് ആണ്. അതുപോലെ ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പിയും നമ്മൾ ECT കൊടുക്കാറുണ്ട് ചില കേസുകളിൽ. അതുപോലെ ഗ്രൂപ്പ് തെറാപ്പി, ബിഹേവിയർ തെറാപ്പി, ഫാമിലി തെറാപ്പി, ഇങ്ങനെയുള്ള തെറാപ്പികളെല്ലാം കൊടുക്കാറുണ്ട്. അപ്പോൾ ലോങ് ടൈം ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ആൻറ്റിസൈക്കോട്ടിക്സിനെ പറ്റി ഞാനൊരു വേറൊരു ക്ലാസ് എന്തായാലും എടുക്കുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് വിശദീകരിച്ച് തരാം. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാം. താങ്ക് യു ഫോർ വാച്ചിങ്.